ഗ്രാൻഡ് ഐറ്റൻ ആസ്റ്റ പെട്രോൾ 2017 മോഡൽ, സെക്കൻഡ് ഓണർ, കിലോമീറ്റർ 44,000. ഹുണ്ടായി അക്സെൻറ്റ് പെട്രോൾ 2005 മോഡൽ. ഇനി 3 വർഷം പേപ്പറുണ്ട്. പ്രൈസ് വളരെ കുറവാണ്, വെറും 65,000 രൂപ. ടൊയോട്ട എത്തിയോസ് പെട്രോൾ 2019 മോഡൽ, കിലോമീറ്റർ 35,000 ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. എക്സലൻറ്റ് കണ്ടീഷൻ. ഫിഗോ ഡീസൽ 2010, ബ്ലാക്ക് കളർ, കിലോമീറ്റർ 1.12. ഓണർഷിപ്പ് സെക്കൻഡ്. ഡീസലല്ലേ? ഡീസലാണ്. അപ്പം സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കാം. അതെ അതെ. ഇത് ഹോണ്ട അമേസ് പെട്രോളാണ്, 2016 മോഡൽ. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? കിലോമീറ്റർ 48,000. ഓണർഷിപ്പ് സെക്കൻഡ്. ടൊയോട്ട ക്യാമറി 2010 മോഡൽ. 10 ആണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആണ്. കിലോമീറ്റർ 1.42. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ എന്ന് പറയുമ്പം കൊല്ലത്ത് നിന്ന് കരിക്കോട് പോകുന്ന വഴിക്ക് MA ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഷാപ്പ് മുക്കെന്നും കൂടി പറഞ്ഞാലേ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് കരിക്കോട് എന്ന് പറയുമ്പം കൊല്ലത്ത് നിന്ന് ചന്ദനത്തോപ്പ് ആ ഭാഗത്തൊക്കെ പോകുന്ന വഴിക്ക് ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്ന ഷോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് കൊല്ലം യൂസ്ഡ് കാസ് എന്നാണ്. അത്യാവശ്യം 65,000 രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടികൾ കിടപ്പുണ്ട്. 65,000 രൂപയുടെ വണ്ടിയാകുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി, അതിൽ കൂടുതലുള്ള നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളും വന്ന് കിടപ്പുണ്ട്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാൻ ആഗ്രഹപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഇവിടെ വന്ന് വണ്ടി എടുക്കാവുന്നതാണ്. അതിലെല്ലാം ഉപരി ഇത്തവണ വമ്പൻ ഓഫർ എന്നും പറഞ്ഞുകൊണ്ടാണ് ചേട്ടൻ വില പറയുന്നത്. അതായത് അവരുടെ ഈ ഭാഗത്തോട്ട് കട കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ വർഷമാണ്. അപ്പം അതുകൊണ്ടുള്ള ഓഫർ പ്രൈസാണ് ഈ വീഡിയോയിൽ പറയുന്നതെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓഫർ പ്രൈസിന് നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് നോക്കിയിട്ട് വരാം. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ അറിഞ്ഞു ഇവിടെ വാർഷിക ഓഫർ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കാൻ പോവുകയാണ് ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ നിന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഓഫർ കാര്യങ്ങൾ, എത്ര വർഷമായി? നമ്മളിപ്പോൾ ഈ കരിക്കോടോട്ട് മാറിയതിനു ശേഷം ഇപ്പം 1 വർഷം തികയാൻ പോകുന്നു. ഈ മാസം 21-ാം തീയതിയാണ് 1-ാം വാർഷികം. അപ്പോൾ അത് പ്രമാണിച്ച് പ്രേക്ഷകർക്ക് നല്ല ഓഫറുകളാണ്. എന്താണ് ഓഫറായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്? ഓഫർ ഞാൻ എല്ലാ കാറുകളും മാക്സിമം ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാക്സിമം വിറ്റ് തീർക്കുക. അതെ അതെ. ഓക്കെ. ഐറ്റൻ നിയോസ് 2019 സ്പോർട്സ്, സിംഗിൾ ഓണർ, കിലോമീറ്റർ വെറും 19,000 ഓടിയിട്ടുള്ളൂ. ഹൈ ക്വാളിറ്റി സിംഗിൾ ഓണർ ആണല്ലേ? അതെ അതെ. ഹുണ്ടായി ഗ്രാൻഡ് ഐറ്റൻ നിയോസ് 2019 മോഡൽ, കിലോമീറ്റർ 19,000, സിംഗിൾ ഓണർ, മാനുവൽ ആണല്ലേ? അതെ. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് 17 മേളിൽ കിട്ടും. പെട്രോൾ അല്ലേ? പെട്രോൾ. അലോയ്സൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടയർ തന്നെ അടക്കണം അല്ലേ? അതെ അതെ. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളോ? ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് പ്രൈസ് 485. 485. ഇത് ഇറങ്ങിയ സമയത്ത് ഏകദേശം എത്ര കാണും? അതൊരു 7 അടുപ്പിച്ച് വരും. ഇത് വേരിയന്റ് ടോപ്പാണോ മിഡിലാണോ? ഇത് സെക്കൻഡ് ടോപ്പ് മോഡൽ. ഇതിന് മേളിൽ ആസ്റ്റയും കൂടെ. അപ്പം ടോപ്പിന് തൊട്ട് താഴെയുള്ളത്. ഗ്രാൻഡ് ഐറ്റൻ ആസ്റ്റ പെട്രോൾ 2017 മോഡൽ, സെക്കൻഡ് ഓണർ, കിലോമീറ്റർ 44,000. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ തന്നെയല്ലേ? അതെ അതെ. അല്ല, ഈ ചിലത് പറയുമ്പോൾ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് ഈ തിരുമറിയാണ്, ഇത്രയൊന്നും അല്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഈ കാറുകൾ ഇവിടെ വന്ന് കാറുകൾ കാണുമ്പോൾ അറിയാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ഹിസ്റ്ററി എടുക്കാം. ഇതെങ്ങനെയാണ് മൈലേജ് കാര്യങ്ങളൊക്കെ? മൈലേജ് ഇതൊരു 17. ഇതും പെട്രോൾ അല്ലേ? അതെ അതെ. ഇത് ആസ്റ്റ ഫുൾ ഓപ്ഷൻ, അലോയ്സും ബാക്ക് വൈപ്പർ, ഡീഫോഗർ എല്ലാം വരുന്നുണ്ട്. ടോപ്പാണല്ലേ? അതെ. ഈ ടയറെല്ലാം നല്ല ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് പ്രൈസ് 420. 420. ഇത് ഏത് വർഷമായിരുന്നു? 2017. അപ്പോൾ അത് 19. രണ്ടും ചെറിയൊരു വ്യത്യാസമല്ലേ? ഇത് ഇയോൺ 2015 മോഡൽ. 15 ആണെങ്കിൽ ഹൈ ക്വാളിറ്റിയാണ്, സിംഗിൾ ഓണർ, അലോയ്സൊക്കെ എക്സ്ട്രാ ഉണ്ട്. എക്സ്ട്രാ ചെയ്തതാ? അതെ അതെ. ഇത് വേരിയന്റ് ഏതാ? വേരിയന്റ് ബേസ് ആണോ? ഇറ പ്ലസ്. സോറി, ഇത് ഡിലൈറ്റ് പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്. അത് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 38,000. 39,000. ആ ഓടിയ ടയർ തന്നെയാണോ? അതെ അതെ. അല്ലല്ല, ഇതിപ്പം ടയർ 4 പുതിയത് മാറിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നേ? ഇത് പ്രൈസ് 260. 260. റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. സിംഗിൾ ഓണർ, ഹൈ ക്വാളിറ്റി. വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല.
ഇത് വാഗണർ 2015 മോഡൽ സിംഗിൾ ഓണർ LXI ആണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 82,000. 82. ഇതിന്റെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ മാറണമല്ലോ. സീറ്റ് കവർ പുതിയ ഇപ്പോൾ ഇടും. അതെ, ഇട്ടിട്ടാ കൊടുക്കുന്നത്. എത്ര ടയേഴ്സ് എല്ലാം പുതിയത്. ഇതിന്റെ പ്രൈസ് 320. 320. 2015 സിംഗിൾ ഓണർ, കിലോമീറ്റർ 82,000. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ 4 ഏകദേശം 100% ലോൺ കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. 100% ലോൺ കിട്ടും. അതെ. ഇത് വാഗണർ VXI 2020 മോഡൽ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് തേർഡ്, കിലോമീറ്റർ 20,000 ഓടിയിട്ടുള്ളൂ. ഈ തേർഡ് ഓണർ എന്ന് പറഞ്ഞിട്ട് 20,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ? അതെ, ഇത് ആദ്യം അവരുടെ ഫാമിലിയിൽ തന്നെ മാറിയതാണ്. ഇനി എങ്ങനെ മാറിയാലും ഓണർഷിപ്പ് ഇപ്പോൾ തേർഡ് തന്നെ. അതെ, ഫാമിലി മാറിയാലും പുറത്ത് മാറിയാലും. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് പ്രൈസ് 485. 485. ആ ടയർ തന്നെ അടക്കണല്ലേ? 2020 VXI 20,000 കിലോമീറ്റർ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. ഇത് ഇയോൺ 2019. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് ഫസ്റ്റ്, കിലോമീറ്റർ 76,000. ഇതിന് ഹുണ്ടായുടെ തന്നെ 6 മാസം വാറണ്ടി കിടപ്പുണ്ട്. എക്സ്ട്രാ അഡീഷണൽ വാറണ്ടി എടുത്തിട്ടുള്ള. അഡീഷണൽ എടുത്തല്ലേ? ഇത് വേരിയന്റ് ഏതാ? ഇത് വേരിയന്റ് ഇറ പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ചോദ്യം എത്ര? ഇത് പ്രൈസ് 295. 295. നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ? ചെറിയ രീതിയിൽ. ഇപ്പം ഞാൻ ഇപ്പോൾ പറയുന്ന പ്രൈസ് എല്ലാം നമ്മൾ വളരെ കുറച്ചാണ് പറയുന്നത്. ഗ്രാൻഡ് ഐറ്റം ഡീസൽ 2013 മോഡൽ. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. ഇതിപ്പോൾ അഡ്വാൻസ് ആയതാ, ആൾക്ക് ഫിനാൻസ് ആയില്ല. 2013 സെക്കൻഡ് ഓണർ, കിലോമീറ്റർ 74,000. ഡീസലാണ്. 1 ലിറ്ററിന് 25 കിലോമീറ്റർ വരെ മൈലേജ് ഉള്ള വണ്ടിയാണ്. ഇത് സ്ക്രീൻ ഇളക്കി വെച്ചേക്കാണോ? ഏതാ, സെറ്റാണോ? സെറ്റില്ല, സെറ്റ് വെച്ച് കൊടുക്കും. ഓക്കെ, ടയറൊക്കെ കൊള്ളാൻ കുഴപ്പമില്ല. ആക്സിഡന്റേഴ്സ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളൊന്നും? എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് 285. 285. കുറയോ? അത് ഇപ്പം ഒരു വർഷത്തിന്റെ ഇതൊക്കെ ബേസ് ചെയ്ത് ഇപ്പൊ അടുത്ത വീഡിയോയിലും വരുന്ന ഒരു വണ്ടിയില്ലേ? ചെറിയ രീതിയിൽ. അതെ, 2013 സെക്കൻഡ് ഓണർ, ഡീസൽ. ഇത് ഡിസയർ 2016 പെട്രോളാണ്, സിംഗിൾ ഓണർ. കിലോമീറ്റർ 48,000 ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എല്ലാം പുതിയത്. പ്രൈസ് 460. 460. റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ നല്ല പുതിയ ടയർ. പുതിയത്. ഡിസയർ പെട്രോൾ 2016 സിംഗിൾ ഓണർ, 48,000 കിലോമീറ്റർ. പ്രൈസ് 460. ഇത് നമുക്ക് എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഈ വണ്ടിയൊക്കെ? ഇത് ഫുള്ള് ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫുൾ ലോൺ കിട്ടും? അതെ. നമുക്ക് 5 വർഷം ലോൺ സൗകര്യം കിടത്തില്ലേ? അതെ, ഉണ്ട്. ഇത് ഡാറ്റ്സൺ റെഡിഗോ 2017 മോഡൽ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു? ഓണർഷിപ്പ് സിംഗിൾ, കിലോമീറ്റർ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹൈ ക്വാളിറ്റി. 19,000 ഓടിയിട്ടുള്ളൂ? അതെ. ജനുവൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ തന്നെ? അതെ. എത്ര ചോദ്യം? പ്രൈസ് 250. 250. വേറെ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ? ഒന്നുമില്ല. ടൊയോട്ട എത്തിയോസ് പെട്രോൾ 2019 മോഡൽ, കിലോമീറ്റർ 35,000 ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ? എക്സലന്റ് കണ്ടീഷൻ. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും? ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. 2019 മോഡൽ പെട്രോള്, സിംഗിൾ ഓണർ. കിലോമീറ്റർ 35,000 ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. വേരിയന്റ് G, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. ആ ഓടി ടയർ തന്നെ അടക്കുന്നത്? അതെ. ഇതിന്റെ പ്രൈസ് 650 നെഗോഷ്യബിൾ ആണ്. 650. ഈ ടൊയോട്ടയുടെ വണ്ടികൾ അങ്ങനെ ഞാൻ പോകുന്ന ഷോപ്പുകളിലൊന്നും വലുതായിട്ട് കണ്ടിട്ടില്ല. ഇന്നോവ മാത്രമാണ്. ഇത് ഹോണ്ട അമേസ് പെട്രോൾ ആണ്, 2016 മോഡൽ. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? കിലോമീറ്റർ 48,000. ഓണർഷിപ്പ് സെക്കൻഡ്. ടയേഴ്സ് എല്ലാം പുതിയതാണ്. ഇതിൻ്റെ പ്രൈസ് 420. നെഗോഷ്യബിൾ ആണ്. 100% ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, എന്തെങ്കിലും? ഒന്നുമില്ല. എത്ര ചോദ്യം? എത്ര? ഇത് 420. Volkswagen Vento ഡീസൽ
2012 മോഡൽ സിംഗിൾ ഓണർ. 12 ആണ്. അതെ അതെ. കിലോമീറ്റർ ഒക്കെ എങ്ങനെ? കിലോമീറ്റർ 1.12, മേജർ സർവീസ് എല്ലാം കഴിഞ്ഞാണ്. ഡീസലാണല്ലേ? ഡീസൽ. ടൈമിംഗ് ചെയിനും കാര്യങ്ങളെല്ലാം മാറിയതാണ്. അതെ അതെ, എല്ലാം മാറിയാണ്. കംഫർട്ട് ലൈൻ, അതായത് സെക്കൻഡ് ഓപ്ഷൻ. എത്ര ചോദ്യം? ഇത് 320. 320. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് ഒരു 18 മേളിൽ കിട്ടും. ഡീസൽ. 2012 സിംഗിൾ ഓണർ, കംഫർട്ട് ലൈൻ, ഫോക്സ് വാഗൻ വെൻഡോ ഡീസൽ. ടയറൊക്കെ ആവറേജ് അല്ലേ? ടയേഴ്സ് കുഴപ്പമില്ല. അല്ല, അപ്പുറത്തെ സൈഡ് ഈ ടയർ കൊള്ളാം, അപ്പുറത്തെ സൈഡ് ടയർ ആവറേജ് ആയിരുന്നു. ഞാൻ അതാ ചോദിച്ചത്. ഒരു ടയറേ ഉള്ളൂ മോശം, ബാക്കിയെല്ലാം 80 എബോവ് ഉണ്ട്, 80% എബോവ് ഉണ്ട്. സ്വിഫ്റ്റ് VXI പെട്രോൾ 2020 മോഡൽ, കിലോമീറ്റർ 38,000. 38. സിംഗിൾ ഓണർ? സിംഗിൾ ഓണർ, ഹൈ ക്വാളിറ്റി. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു കുഴപ്പങ്ങളില്ല. എത്ര ചോദ്യം? പ്രൈസ് 620 ആണ്, നെഗോഷ്യബിൾ ആണ്. 620. 2020. നമ്മൾ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാണ് വീഡിയോ എടുത്തു തുടങ്ങിയത്. വില കൂടുതലാവരുത്. ഇല്ലില്ല, വില കൂടുതലല്ല. ഇന്നോവ 2014 മോഡൽ, ഫുൾ ഓപ്ഷൻ വി. ഫുൾ ഓപ്ഷൻ ആണ്? അതെ, ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. ഇതെങ്ങനെയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.55. പെട്രോൾ ആണത്? പെട്രോൾ, സോറി, ഡീസൽ. ഡീസൽ. അപ്പോൾ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിടക്കാണോ? അതെ അതെ അതെ, മൊത്തം കഴിഞ്ഞിട്ട് കിടക്കുക. അതെ. എന്തെങ്കിലും അപാകതകൾ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ലില്ല. സീറ്റ് ഒരു കാര്യങ്ങളെല്ലാം പ്രത്യേകം അടിച്ചാണോ? അതെ അതെ. എത്ര ചോദിക്കുന്നത്? ഇത് 1150. 1150. ഒന്ന് കഴിഞ്ഞില്ലയോ? ഒറിജിനൽ കേരളയാണ്, വി ആണ്. ഏറ്റവും ടോപ്പ് ആണല്ലേ? അതെ. ഇതിന് മേളിൽ ഇസഡ് എന്ന് വേരിയന്റ് വരും. അപ്പോൾ അതിന്റെ തൊട്ട് താഴെയാണ് മിഡിൽ? അതെ അതെ, മിഡിലല്ല, സെക്കൻഡ് ടോപ്പ്. എന്തെങ്കിലും അപാകതകളുണ്ടോ? ഒന്നുമില്ല. അല്ല, ഈ 1 ലക്ഷമൊക്കെ കഴിഞ്ഞ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്നോവയെ സംബന്ധിച്ച് അത് ഒരു പ്രശ്നമല്ല. അല്ല, അങ്ങനല്ലേ ചോദിച്ചേ. 1 ലക്ഷമൊക്കെ ഓടിയ വണ്ടി ആകുമ്പോൾ എന്തെങ്കിലും തട്ടോ മുട്ടോ ഉണ്ടോന്ന് അറിയാനേ. അങ്ങനൊന്നുമില്ല. ഡിസയർ VXI പെട്രോൾ 2013 മോഡൽ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് തേർഡ് ആണ്, കിലോമീറ്റർ 96,000. എന്തെങ്കിലും അപാകതകൾ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം ചെയ്തതാണോ? അതെ. 4 ഡോർ പവർ ഉണ്ട് അല്ലേ? ടയർ കണ്ടീഷനൊക്കെ കൊള്ളാം, നല്ല ടയറാണ്. എത്ര ചോദ്യം? ഇത് 375. 375. എന്തെങ്കിലും അപാകതകൾ, റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ലില്ല. ഡിസയർ VXI പെട്രോൾ 2020 മോഡൽ, സിംഗിൾ ഓണർ. കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 38,000. 38. ഇത് വേരിയന്റ് ഏതാ? VXI പെട്രോൾ. VXI പെട്രോൾ. ഓക്കെ. അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഇല്ലില്ല. ഒന്നുമില്ല. റീടച്ച് പോലും വന്നിട്ടില്ല? ഇല്ല. ഈ ടയർ കണ്ടീഷനൊക്കെ നല്ല ടയറുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 620. 620. ഇത് വീഡിയോ കാണുന്നവർക്ക് ഇത് പ്രൈസ് കൂടുതലാണ് എന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വാഹനം പരിശോധിച്ച് മാർക്കറ്റിനനുസരിച്ചുള്ള പ്രൈസ് നിങ്ങൾക്ക് കൂട്ടിയാവുന്നതേ ഉള്ളൂ. ഇത് ബലേനോ പെട്രോൾ 2019. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്, കിലോമീറ്റർ 58,000. ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. വേറെ എന്തെങ്കിലും അപാകതകൾ കാര്യങ്ങൾ പറയണ്ട? ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് മൈലേജ് ഒരു 18 മേളിൽ കിട്ടും. 18 മേളിൽ. 18. ഓക്കെ. ഇത് കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 58,000. ടയർ ഫസ്റ്റ് ടയർ തന്നെയാണ്? സെക്കൻഡ് ടയറാണ്. സെക്കൻഡ് ടയറാണ്. വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ വല്ലതും വന്നിട്ടുണ്ടോ? ഏതാ റീപ്ലേസാ? ഒന്നുമില്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? എത്ര? ഇതിന്റെ പ്രൈസ് 620. 620. 2019 ഡെൽറ്റ പെട്രോൾ, ക്ലേറോ ZLX ഫുൾ ഓപ്ഷൻ, 2021 മോഡൽ. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്, കിലോമീറ്റർ 22,000 ആയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ള? അതെ. ജനുവൻ കിലോമീറ്റർ തന്നെയാണ്? അതെ അതെ അതെ. ഡീസൽ അല്ലേ? ഡീസൽ. അതാ ഞാൻ ചോദിച്ചത്, ഡീസൽ വണ്ടി ആയിട്ട് ഇത്ര 21 മോഡൽ. എത്ര ചോദിക്കുന്നത്? ഇത് 7.25. 7.25. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ അറിഞ്ഞു ഇവിടെ വാർഷിക ഓഫർ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കാൻ പോവുകയാണ് ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ നിന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഓഫർ കാര്യങ്ങൾ? എത്ര വർഷമായി? നമ്മളിപ്പോൾ ഈ കരിക്കോടോട്ട് മാറിയതിനു ശേഷം ഇപ്പം 1 വർഷം തികയാൻ പോകുന്നു. ഈ മാസം 21-ാം തീയതിയാണ് 1ാം വാർഷികം.
അപ്പോൾ അത് പ്രമാണിച്ച് അത് പ്രേക്ഷകർക്ക് പ്രമാണിച്ച് നല്ല ഓഫറുകളാണ്. എന്താണ് ഓഫറായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്? ഓഫർ ഞാൻ എല്ലാ കാറുകളും മാക്സിമം ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാക്സിമം വിറ്റ് കയറുക. അതെ അതെ. 2015 ഓൾട്ടോ 800 LXi സിംഗിൾ ഓണർ. കിലോമീറ്റർ 54,000. എന്തെങ്കിലും അപാകതകൾ? ഒന്നുമില്ല. ഇതിപ്പോൾ സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാൻ ഇട്ടിരിക്കുകയാണ്. അതായത് ഫൈനൽ പ്രൈസ് 240. വില കുറച്ചിട്ടേക്കാണ്. അതെ. യാതൊരു തര പ്രശ്നങ്ങളുള്ള വണ്ടിയല്ല. ഇല്ല ഒന്നുമില്ല. ഓക്കെ, ടയറൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യമുണ്ട്. ഫ്രണ്ട് നല്ലപോലെ ഉണ്ട്, കുഴപ്പമില്ല. 245. ഫൈനൽ 240 ഫൈനലാണല്ലേ? ആ, പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം. ഓൾട്ടോ LX 2006 ആണെങ്കിലും ഹൈ ക്വാളിറ്റിയാണ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ ഒരു 82. അതെ, 82,000. ഓക്കെ. പുതിയ ടയർ ഇട്ടേക്കാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് പ്രൈസ് 1 lakh. 1 ലക്ഷം. വെർണ SX ഡീസൽ 2011 മോഡൽ സിംഗിൾ ഓണർ. കിലോമീറ്റർ 120. സിംഗിൾ ഓണർ. വെൽ മെയിൻറ്റൈൻഡ് ആണ്. മേജർ സർവീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2011 ഡീസൽ SX. വെർണ SX ഡീസൽ 2011. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇതിലേക്ക് 20 മേളിൽ കിട്ടും. ടയർ എല്ലാം നല്ല ടയർ നാല് പുതിയത്, അലോയ്സ് ഉണ്ട്. കുറച്ച് ടച്ച് ആൻഡ് പോളിഷ് പരിപാടിയുണ്ട്. അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് 320. 320. ഹുണ്ടായി അക്സെൻ്റ് പെട്രോൾ 2005 മോഡൽ. ഇനി 3 വർഷം പേപ്പറുണ്ട്. പ്രൈസ് വളരെ കുറവാണ്, വെറും 65,000 രൂപ. 65,000 ഉള്ളോ? അതെ. ഇത് കിലോമീറ്ററും ഓണർഷിപ്പും എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ ഇപ്പോൾ ഒരു 1 lakh കഴിഞ്ഞ് കാണും. ഡീസലാണോ? കേരളത്തിൽ എവിടെ വേണേലും ഹോം ഡെലിവറി ഉണ്ട്. കേരളത്തിന് പുറത്തായാലും കുഴപ്പമില്ല, അവിടെ കൊണ്ടുവരും. അതെ. ഇപ്പോൾ ഞങ്ങളുടെ സെന്ന് ബുക്കിംഗ് ആയി കിടക്കുകയാണ്. അതുപോലൊരു കാസർഗോഡിലേക്ക് ഹോം ഡെലിവറിക്ക് റെഡിയായി കിടക്കുക. എത്ര ചോദിക്കുന്നത്? ഇത് വെറും 65,000 രൂപ. ടച്ച് ആൻഡ് പോളിഷ് കുറച്ച് പരിപാടി ഉണ്ടല്ലേ? ആ, ടയറെല്ലാം നല്ല ടയേഴ്സാണ്, കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതാണ്ട് ഈ കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അതൊക്കെ 65 രൂപ അല്ലേ? അതെ. സെൻ മോഡൽ 99 ആണെങ്കിലും കൂടിയ അലോയ്സൊക്കെയാണ്. ഇതും വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി കൊടുക്കാം. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? അതെ. റീടെസ്റ്റ് ഇനി 2-3 മാസമേ ഉള്ളൂ. കിലോമീറ്ററൊക്കെ 99 അല്ലേ? ജെന്യുവൻ ആണോ? ഇല്ല. ഇതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുമോ? അല്ലല്ല, ഈ കണ്ടീഷൻ. അതെ. വണ്ടി കാണുന്ന ഈ രൂപത്തിലാണ് കൊടുക്കുന്നത്. അതെ അതെ. എത്ര ചോദിച്ചാൽ? വെറും 65,000 രൂപ. AC കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നു. ഫിഗോ ഡീസൽ 2010 ബ്ലാക്ക് കളർ. കിലോമീറ്റർ 112. ഓണർഷിപ്പ് സെക്കൻഡ്. ഡീസലല്ലേ? ഡീസലാണ്. അപ്പം സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കാം. അതെ അതെ അതെ. ടൈമിംഗ് ചെയിനും കാര്യങ്ങളെല്ലാം മാറിയാണ്. പ്രൈസ് 140 ആണ്, നെഗോഷ്യബിൾ ആണ്. ഇത് മൈലേജ് ഒക്കെ എന്താണ്? മൈലേജ് ഒരു 18-22 ആ റേഞ്ച് വരും. അത്രയും കിട്ടും. ഈ ഫോർഡിന് ഇപ്പോഴും സർവീസ് ഉണ്ടോ ഇവിടെ? ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ സർവീസ് സെൻ്റർ ഉണ്ട്. 2 സർവീസ് സെൻ്റർ അടുത്തടുത്താണ് കൊല്ലത്തുള്ളത്. അല്ല, സംഭവം ഫോർഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇപ്പം നിർത്തിയതല്ലേ അതുകൊണ്ട്. ഈ വിലയ്ക്ക് ഒരു ഡീസൽ വണ്ടി വേറെ കിട്ടാനില്ല. ടൊയോട്ട ക്യാമറി 2010 മോഡൽ. 10 ആണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആണ്. കിലോമീറ്റർ 142. ഡീസലാണോ? പെട്രോൾ. ഈ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കാണോ? അതെ. മാനുവൽ ആണല്ലേ? മാനുവലാണ്. ഇത് വേരിയൻ്റ് ഏതാ? ഇത് വേരിയൻ്റ് VX. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ ഇത് ഏതാ, ടോപ്പാണോ മീഡിയം ആണോ മിഡിലാണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. AC ഉണ്ട്, പോസ്റ്റർ ഉണ്ട്, 4-door പവർ വിൻഡോ ഉണ്ട്, അലോയ്സ് ഉണ്ട്. ടോപ്പ് എൻ്റെ ആണല്ലേ? അതെ. ഈ ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം. മുട്ടയാണോ? കുറച്ച് കുറവാണ്. എത്ര ചോദ്യം? എത്ര? ഇത് 285. 285. ഈ ടയർ മുട്ടയായിട്ടുള്ള ടയർ മാറി കൊടുക്കൂ? മുട്ടയൊന്നും അല്ല, നല്ലോണം നോക്ക്. എന്നാലും അത് ഇവിടെ നോക്ക്. സൈഡ് ഉണ്ട്, പക്ഷെ 70% ഉണ്ട്. അത് 70%. 2010 ആണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആണ്.
ഓട്ടോ LXi AC പവർ സ്റ്റിയറിംഗ്, അന്നത്തെ ഫുൾ ഓപ്ഷൻ, 2010 മോഡൽ. 10. ടയേഴ്സ് എല്ലാം പുതിയതാണ്. ഇതിൻ്റെ പ്രൈസ് 120 ഇതിനൊരു 70-80 വരെ ലോൺ കിട്ടും. ഇതിന് ലോൺ കിട്ടുമോ? അതെ. 2010 അല്ലേ? അതെ. എന്നാലും കിട്ടും. ആ, ബാക്കി എല്ലാവരും 11 കഴിയണമെന്നാണല്ലോ പറയുന്നത്. ടയറൊക്കെ കൊള്ളാൻ, കുഴപ്പമില്ല. വേറെ അപാകതകളോ കാര്യങ്ങളോ എല്ലാം ഒന്നുമില്ല. ഇതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ഈ പെയിന്റ് പോയത് ഇല്ല, ഈ കാണുന്ന കണ്ടീഷൻ. ഈ കാണുന്ന കണ്ടീഷൻ അതെ. എല്ലാം കുറഞ്ഞ പ്രൈസ്, കുറഞ്ഞ വണ്ടികളാണ്. ഓ, അങ്ങനെ. സാൻഡ്രോ 2007 മോഡൽ. 2007 ആണെങ്കിലും സിംഗിൾ ഓണറാണ്. 4 ടയേഴ്സും പുതിയതാണ്. ഇനി 3 വർഷം പേപ്പറുണ്ട്. ടെസ്റ്റും കാര്യമൊക്കെ കഴിഞ്ഞ് കിടക്കാം അല്ലേ? അതെ. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 95,000. 95. ടയേഴ്സ് എല്ലാം പുതിയത്, സിംഗിൾ ഓണർ, 3 വർഷം പേപ്പറുണ്ട്. 2007 മോഡൽ. എന്തെങ്കിലും റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളുണ്ടോ? വേറെ അപാകതമായിട്ട് പറയാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വില കുറഞ്ഞ വണ്ടികൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയല്ല അത്യാവശ്യം നല്ല പോരായ്മകളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള വണ്ടികളെല്ലാം നല്ല ഒന്നാം തരം ക്വാളിറ്റി വണ്ടികളായിരുന്നു. യാതൊരു തര കേടുപാടുകളും ഇല്ലാത്ത വണ്ടികളായിരുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തന്ന വണ്ടികളെല്ലാം ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലുമായിട്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത നല്ല വണ്ടികൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണും വരെ ബൈ.